ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം റെഡ് കാർപ്പറ്റ്. Good evening and welcome to New Year Special Red Carpet with RJ ഏലിക്കുട്ടി. പ്രതീക്ഷയോടും ആവേശത്തോടും കൂടിയിട്ട് 2025 നമ്മളിങ്ങനെ ചുവട് വെക്കുമ്പോൾ വാട്ട് ബെറ്റർ വേ ടു സെലിബ്രേറ്റ് ദാൻ ഡൈവിംഗ് ഇൻ ടു ദ വേൾഡ് ഓഫ് സിനിമ അല്ലേ? സോ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ വി ആർ ഷൈനിങ് എ സ്പോട്ട് ലൈറ്റ് ഓൺ ദ മച്ച് വെയിറ്റഡ് മൂവി ഒരു വടക്കൻ പ്രണയ പർവം. ഈ മൂവിക്ക് ജീവൻ നൽകിയിട്ടുള്ള ഇൻക്രെഡിബിൾ ടാലന്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്നത്. ആക്ടേഴ്സ് ആയിട്ടുള്ള സൂരജ് സൺ, വിനീത് വിശ്വം, കാർത്തിക് ശങ്കർ, ജെൻസൺ ആലപ്പാട്, നേഹ ഷെറിൻ, അഞ്ജന പ്രകാശ് എന്നിവരോടൊപ്പം ഈ ചിത്രത്തിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള വിജീഷ് ചെമ്പിലോടും ഋഷി സുരേഷ് സാറുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഒരു വടക്കൻ പ്രണയ പർവം എന്ന മൂവിയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയുടെ പിന്നാമ്പുറ കഥകൾ കേൾക്കുന്നതിന് മുൻപ് എല്ലാവർക്കുമായിട്ട് എന്റെ ഒരു കിടലൻ ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറയാണ് കേട്ടോ. ഒരു വടക്കൻ പ്രണയ പർവം എന്ന മൂവിയുടെ പിന്നാമ്പുറ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ മൂവിയുടെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഇതാ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൂവിക്ക് ഒരു ഡയറക്ടർ അല്ല, 2 ഡയറക്ടേഴ്സ് ആണുള്ളത്. വിജീഷ് ചെമ്പിലോട് സാറും ഋഷി സാറുമാണ് ഒരു വടക്കൻ പ്രണയ പർവം എന്ന മൂവിയുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ളത്. സോ ഡയറക്ടേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾ കേട്ട് സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഋഷി സാറിനോടാണ് ആദ്യത്തെ ചോദ്യം. എങ്ങനെയായിരുന്നു സാർ ഒരു വടക്കൻ പ്രണയ പർവം എന്ന സ്റ്റോറിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങള് 2 ഡയറക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് വിജേഷ് ചെമ്പിലോട്, ഞാൻ ഋഷി സുരേഷ്. ഞങ്ങള് കുറച്ച് കാലങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡിസ്കഷൻ ആയിട്ടാണ് എന്റെ അടുത്ത് ആദ്യം തൃശ്ശൂർ വരുന്നത്. അദ്ദേഹം കണ്ണൂരാണ് നാട്, എന്റെ നാട് തൃശ്ശൂരാണ്. അപ്പൊ ഞങ്ങൾ മറ്റൊരു സ്ക്രിപ്റ്റുമായിട്ടാണ് ഞങ്ങൾ ആദ്യം മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അന്ന് നമുക്ക് ഡയറക്ഷൻ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ സിനിമയാക്കണം. അപ്പൊ എന്റെ കുറച്ച് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പോയി കാണണം, പരിപാടി എത്രയും പെട്ടെന്ന് ഓൺ ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഞാൻ ഈ സബ്ജക്ട് കേട്ടപ്പോ, ഇപ്പൊ നമ്മൾ ചെയ്ത വടക്കൻ പ്രണയപർവ്വത്തിന്റെ സബ്ജക്ട് കേട്ടപ്പോ ഞാൻ തന്നെ പറഞ്ഞു, ചേട്ടാ നമുക്ക് തന്നെ ഡയറക്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അന്ന് ഓക്കെ ആയിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് സെറ്റായി വന്നപ്പോ പിന്നെ ഞങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കേണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മള് ഈ മൂവിയുടെ ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ ഋഷി സാറ് ഒരു വടക്കൻ പ്രണയ പർവം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ, ഒരു വടക്കൻ പ്രണയ പർവം എങ്ങനെ നമ്മളിലേക്ക് എത്താനായിട്ട് പോകുന്നു എന്നുള്ള ഒരു കഥ വിജയ് സാറ് കൂടി നമ്മളോട് പങ്കുവെക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈ മൂവി സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ക്യാമ്പസ് മൂവിയാണ്, പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ശരിക്ക് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഒരു ക്യാമ്പസ് മൂവി ഞാൻ പഠിച്ച കോളേജിൽ വെച്ച് തന്നെ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതാണ്ട് അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ സിനിമ നടന്നത് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലം. നല്ല കോളേജാണ്, കണ്ണൂർ എസ് എൻ കോളേജിൽ വെച്ചിട്ടാണ് ഇത് ചിത്രീകരിച്ചത്. അപ്പോൾ കണ്ണൂർ എസ് എൻ കോളേജിനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമയും വന്നിട്ടില്ല. അത്യാവശ്യം ചില സിനിമകളൊക്കെ 1-2 സീനൊക്കെ എടുത്ത് പോയി എന്നല്ലാതെ നല്ല ഒരു ക്യാമ്പസ് ആണ് എസ് എൻ കോളേജ് കണ്ണൂർ. അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്യണമെന്ന് അന്ന് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ അത് നടന്നു. അപ്പൊ എത്ര നാളത്തെ ഒരു ഷൂട്ടിംഗ് പീരീഡ് ആയിരുന്നു ഈ ഒരു മൂവി? ശരിക്കും 2 ഷെഡ്യൂളായിട്ട് 50 ദിവസമായിരുന്നു ഇതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഋഷി സാർ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവി ആയിരുന്നു ഒരു വടക്കൻ പ്രണയ പർവം എന്നുള്ളത്. അപ്പം ഈ ഒരു മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്ന ഏറ്റവും മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണ്? ചലഞ്ചിങ് എന്ന് പറയുമ്പോ ഇതൊരു പ്രണയത്തെ സംബന്ധിച്ച സബ്ജക്റ്റ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു നായകന്റെയും നായികയുടെയും മാത്രം പ്രണയത്തിൽ ഒതുങ്ങുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് പ്രണയങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഏറ്റവും ചാലഞ്ചിങ് എന്ന് പറഞ്ഞത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാസ്റ്റിംഗ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കാസ്റ്റും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അറിയാലോ, ഇപ്പൊ ഒരു ക്യാരക്ടറിന്റെ മാനറിസം അല്ലെങ്കിൽ അവരുടെ ഒരു രൂപമൊക്കെ വെച്ചിട്ട് നമുക്ക് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടി. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ മനോഹരമായിട്ട് തന്നെ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ആക്ടേഴ്സിന്റെ അഭിനയത്തിലൊക്കെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് ഡയറക്ടേഴ്സ് ആക്ടേഴ്സിന്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു വടക്കൻ പ്രണയ പർവം എന്ന മൂവിയെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് ഈ ഒരു മൂവിയില് ലീഡ് റോളിൽ എത്തിയിട്ടുള്ള സൂരജ് ചേട്ടനോടാണ് ഇനി ചോദിക്കാനായിട്ടുള്ളത്. ഒരു വടക്കൻ പ്രണയ പർവം എന്ന മൂവിയില് ലീഡ് റോളിൽ എത്തി നിൽക്കുകയാണ്. അപ്പം ഈ ഒരു മൂവി ക്യാരക്ടറിനെ പറ്റി ചേട്ടൻ എന്താണ് പറയാനായിട്ടുള്ളത്? എന്റെ 2ാമത്തെ സിനിമയാണ്. ഞാൻ റിലീസ്
ആയ ഹീറോ ആയിട്ടുള്ള രണ്ടാമത്തെ മൂവിയാണ്. ഫസ്റ്റ് മൂവി ഈ ഫെബ്രുവരി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് 2025 ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന മൂവിയാണിത്. അപ്പം എന്റെ രണ്ടാമത്തെ ഹീറോ ആയിട്ടുള്ള മൂവി എന്ന രീതി ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത് കോളേജ് ക്യാമ്പസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയാ എല്ലാം മിക്സഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ. കുറെ കൂടി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറും കൂടിയാണല്ലോ കോളേജ്. അതെ 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 തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം എന്തായാലും ഒരു ക്യാമ്പസ് ലവ് റൊമാൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു മൂവിയിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ഓൺസെറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എല്ലാരും പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ശരിക്ക് ഒരു കോളേജ് തന്നെയായിരുന്നു. എസ് എൻ കോളേജിൽ വെച്ചായിരുന്നു ഷൂട്ടൊക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് വർഷം പിറകോട്ട് പോയ ഒരു ഫീൽ ആയിരുന്നു. കാരണം നമ്മളെല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിട്ടില്ല. അതായത് കോളേജിൽ എങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊരു 2-3 ഡേയ്സ് ആകുമ്പോഴേക്കും നമ്മൾ കോളേജിലുള്ള കുട്ടികളെ പോലെ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ആയിരുന്നു നമ്മുടെ ആ ഒരു ലൊക്കേഷൻ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിനിമ കാണുമ്പോൾ എന്തൊക്കെ കോളേജിൽ നടക്കും ഒരു കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിയിലെ ഹീറോയിനായിട്ടുള്ള അഞ്ജന പ്രകാശിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഈ ഒരു മൂവിയിലെ സപ്ന എന്നൊരു ക്യാരക്ടറാണ് കേട്ടോ അഞ്ജന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഞ്ജന, എങ്ങനെയുണ്ടായിരുന്നു ഒരു വടക്കൻ പ്രണയ പർവം എന്ന ഒരു മൂവി സെറ്റും ഈ ക്രൂവിന്റെ കൂടെയുള്ള ഒരു അഭിനയമൊക്കെ? നമുക്ക് ശരിക്കും മൂവി ചെയ്യാന്നുള്ളൊരു ഫീൽ അല്ലായിരുന്നു. നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെയായിരുന്നു അതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ വടക്കൻ പ്രണയപർവം സബിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ എല്ലാവരുമായിട്ട് ഇപ്പോ നമ്മുടെ ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരുമായിട്ട് നമുക്ക് ബ്രദേഴ്സിനെ പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഹീറോയിനായിട്ട് എന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോ അവര് നമ്മളെ കംഫർട്ട് ആക്കി നമുക്ക് അത്രയും മാക്സിമം അവര് ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഇതൊരു ക്യാമ്പസ് മൂവി ആണ്, അതുപോലെ തന്നെ ലവ് സ്റ്റോറി ആണ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ എന്തെങ്കിലും റിയൽ ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിനയിച്ച സമയത്തൊക്കെ? റിയൽ ലൈഫില് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കോളേജ് ലൈഫ് ഉണ്ട്. അതുപോലെ എന്റെ റിയൽ ലൈഫായിട്ട് ഒട്ടും കണക്ഷൻ ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പം ശരിക്കുമുള്ള അഞ്ജനയും അതുപോലെ തന്നെ മൂവിയിലുള്ള സപ്നയും തമ്മിലുള്ള എന്തെങ്കിലും ക്യാരക്ടർ റിസംബിൾസ് തോന്നിയിട്ടുണ്ടായിരുന്നോ അഭിനയിക്കുന്ന സമയത്ത്? ഇല്ല, അഞ്ജനയും സ്വപ്നയും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പേരാണ്. ഓക്കെ, സ്വപ്ന എന്ന് പറയുന്നത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ കാര്യപ്രാപ്തി ഒക്കെ ഉള്ള, കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണ്. കുറെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെ കുറെ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും സൂരജേട്ടന്റെ പേരായിട്ടാണ് അഞ്ജന ഈ ഒരു മൂവിയിൽ എത്തിയിട്ടുള്ളത്. അപ്പം സൂരജേട്ടനായിട്ടുള്ള ആ ഒരു റാപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് സെറ്റിലൊക്കെ? സൂരജേട്ട എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് കോ ആക്ടറാണെന്ന് പറയാം. ഓക്കെ, കാരണം പുള്ളി എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഷൂട്ടിന്റെ ടൈമിലായാലും നമ്മുടെ അത്രയും കംഫർട്ട് ആക്കിയിട്ടാണ് പുള്ളി ചെയ്തിരുന്നത്. നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരികയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളി. അപ്പൊ എന്തായാലും നമുക്കറിയാം നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു നോട്ടബിൾ ഫിഗർ ആയിട്ട് മാറിയിട്ടുള്ള ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യൂൻ എന്ന മൂവിയിലെ 2018 നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മുത്തായിരുന്നു ജെൻസൺ ചേട്ടൻ എന്ന്. അപ്പം ഇനിയിപ്പോ നമ്മുടെ ഒരു അപ്കമിങ് മൂവിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു വടക്കൻ പ്രണയ പർവം മൂവി റിലീസിനായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയൂ, ഈ ഒരു മൂവിനെ പറ്റി എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനായിട്ടുള്ളത്? ഇതൊരു ഫുള്ള് കോളേജ് എന്റർടൈൻമെന്റ് ആണ്. കോളേജിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രണയങ്ങളും അതുപോലെ തന്നെ ഫൈറ്റും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കോംബോ ആണ് ഒരു വടക്കൻ പ്രണയപർവം എന്ന് പറഞ്ഞിട്ടുള്ള പടം. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. ഓക്കെ, നമുക്കറിയാം ക്യൂൻ മൂവിയും അതുപോലെ തന്നെ ആയിരുന്നു. ഒരു കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ആ മൂവി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയും എന്നാണ് ചേട്ടൻ പറയുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. കോളേജ് എല്ലാവർക്കും, കോളേജ് കഴിഞ്ഞു പോയവർക്കും അതുപോലെ തന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കോളേജിലേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും. ഞാനൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു ആൾക്കാരാണ്. പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും കോളേജിൽ എത്തിയാൽ മതി, അടിച്ചു വിളിക്കാൻ, അല്ലെങ്കിൽ ഒരു വേറെ ലൈഫാണല്ലോ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്താൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു ഞാൻ. അപ്പൊ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതുവരെ എനിക്ക് ഉണ്ടാവാത്ത 1-2 സാധനങ്ങൾ ഇതിൽ എനിക്ക് ഉണ്ട്. എന്റെ ക്യാരക്ടർ അങ്ങനെ ഒരു സസ്പെൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നിയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇതിന്റെ ഡയറക്ടർ ഋഷി ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു.
അപ്പൊ ഋഷി ബ്രോ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കെന്തോ ഒരു സംഗതി ഉണ്ട്, ഞാൻ വിളിക്കാം, ഒന്ന് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് കേൾക്കലും പെട്ടെന്നാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യലും പരിപാടികളൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ ഒരു മൂവിയുടെ ഫുൾ ടീം നമ്മുടെ കൂടെയുണ്ട്. അവരുടെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെയൊക്കെ ഒരുപാട് കുടുകുട ചിരിപ്പിച്ച ഒരു വ്യക്തിയും ഈ ഒരു ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ആക്ടർ, ഡയറക്ടർ, റൈറ്റർ, എഡിറ്റർ എന്നിങ്ങനെ പല മേഖലകളില് കഴിവ് തെളിയിച്ചിട്ടുള്ള കാർത്തിക് ശങ്കർ ചേട്ടനാണ് കേട്ടോ ഇനി നമ്മോടൊപ്പം ഒരു വടക്കൻ പ്രണയ പർവം എന്ന മൂവിയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ കാർത്തികേട്ടാ പറഞ്ഞോളൂ, ഒരു വടക്കൻ പ്രണയ പർവം എന്ന മൂവിയുടെ വിശേഷങ്ങൾ. റോഷൻ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. എന്താ പറയുന്നത്, നമ്മുടെ കോളേജില് പ്രണയം ഉണ്ടാവരുത്, അത് ഇഷ്ടമല്ല, പ്രണയിക്കുന്ന ആരെയും ഇഷ്ടമല്ലാതെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. ഓക്കെ, റിബലാണ്, ലവിന് എതിരായിട്ടുള്ള ആളാണ്. അതെ അതെ അതെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കാർത്തിക് ചേട്ടൻ അങ്ങനെയല്ലല്ലോ. അപ്പം ഈ ഒരു ക്യാരക്ടറും റിയൽ കാർത്തിക് ചേട്ടനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്? വലിയ കണക്ഷൻ ഒന്നുമില്ല. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ കുറച്ച് ഇൻസിഡന്റുകൾ മൂലം അതിനോടൊരു വെറുപ്പ് തോന്നുകയാണ്. ഈ പ്രണയം അല്ലെങ്കിൽ ക്യാമ്പസിനുള്ളിലെ ആ പ്രണയം അത്തരം കാര്യങ്ങൾക്കൊന്നും അതിനൊരു ലോങ് ലാസ്റ്റിംഗ് അങ്ങനെ ഒരു ഇതില്ല, ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനെ എതിർക്കുന്ന ഒരാളാണ്. അതിൽ വലിയ വിശ്വാസമില്ല ഈ ക്യാമ്പസ് പ്രണയത്തിലും. പ്രത്യേകിച്ച് പ്രണയം എന്ന് പറയുന്നതിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ടൊക്കെയാണ്. അതിന് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, മെയിൻ ആയിട്ടും നമുക്കൊരു ഗ്യാങ് ഉണ്ട്, ആന്റി ലവ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഉണ്ട്. അതെ, ആ ഗ്യാങ്ങില് മെയിൻ ആളെന്ന് പറയുന്നത് പൂജ എന്ന് പറയുന്ന ദേവിക ചെയ്യുന്ന ക്യാരക്ടറാണ്. അങ്ങനെ അപ്പൊ ഞങ്ങൾ രണ്ടുകൂടാണ് അത് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം ശരിക്കുമുള്ള ആ ഒരു ഫിലിം ജേർണി പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആസ് ആൻ ആക്ടർ, യൂട്യൂബർ, ഫിലിം മേക്കർ, അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ചേട്ടനെ സുപരിചിതമാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു വേൾഡ് ഓഫ് എന്റർടൈൻമെന്റിലേക്കുള്ള ആ ഒരു എൻട്രി? ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്ത് തന്നെയാണ്, ഞാൻ എന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം യൂട്യൂബിൽ ഇട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ ഞാൻ അതിന് മുമ്പായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നത്. ഷോർട്ട് ഫിലിം അത് ഫസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം തന്നെ ഒരു വലിയ സ്വീകാര്യത കിട്ടിയപ്പോൾ പിന്നീട് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നു. പിന്നെ അതിന്റെ ഒരു അടുത്ത ഷിഫ്റ്റിലേക്ക് പോയത് ലോക്ക്ഡൌണിൽ ഞാനും അമ്മയും ഞങ്ങൾ എല്ലാവരോടും ഒരു വീഡിയോ ചെയ്തപ്പോൾ ലോകം മുഴുവൻ നമ്മൾ സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഇരുന്നൊരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പം 2 പടം ചെയ്തു, ഒന്ന് ഗോളം, ഒന്ന് ഖൽബ് അഭിനയിച്ചു. രണ്ടും ഗോളം നല്ല ഹിറ്റായിരുന്നു, ഖൽബ് തിയേറ്ററിൽ അത്ര ഇതായില്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ OTT വന്നതിന് ശേഷം ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ ദിവസം ആ 2 പടം ആദ്യം ചെയ്ത 2 പടവും വലിയൊരു ഇതിലേക്ക് വന്നു. പിന്നെ അടുത്ത പടങ്ങളുടെ ഷൂട്ട് നടക്കും. അങ്ങനെ ഇനിയിപ്പോ നമ്മള് വിനീത് ഏട്ടനിലേക്ക് വരുമ്പോ ഈ ഒരു റോളിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു വിനീത് ഏട്ടാ? അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനോടുള്ള അപ്രോച്ച് എങ്ങനെയായിരുന്നു? എനിക്ക് എന്താ പറയാ, സൂപ്പർ സ്റ്റാറിന് ശേഷം കിട്ടുന്ന ഒരു ഫുൾ ലെങ്ത് ലോഗാണ്. കഥ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. അത് പിന്നെ ഒരു എന്താ പറയാ, ഒരു റൊമാൻറ്റിക് ഒരു ക്യാരക്ടറാണ്, ഒരു കോളേജ് മൂവിയാണ്. കോളേജ് മൂവി നമുക്ക് കിട്ടാൻ എളുപ്പമല്ല. അപ്പോ ഒരു കോളേജ് മൂവിയിലേക്ക് എനിക്ക് ഫുൾ ലെങ്ത് ക്യാരക്ടർ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മൂവീസിലും ഈ ഒരു കോളേജ് സ്കൂൾ കാലഘട്ടത്തിന്റെ ഒരു കണക്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പം ബാക്കിയുള്ള ചെയ്തിട്ടുള്ള ആ പ്രോജക്ട്സിൽ നിന്നും നമ്മുടെ ഈ ഒരു വടക്കൻ പ്രണയ പർവം എങ്ങനെയാണ് ഏട്ടാ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കണ്ണൂര് ഉള്ള ഒരു പടമാണ്. ഞാൻ കൂടുതലും തൃശ്ശൂര്, എറണാകുളം അങ്ങനത്തെ ഒരു പടങ്ങൾ ചെയ്തേക്കുന്നത്. എന്റെ പ്ലാനും അങ്ങനെയാണ്. കണ്ണൂര് ഭാഷയിൽ സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം അത് ചെയ്യണമെന്ന് തോന്നി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അത് 2 കൈ സ്വീകരിച്ചു. ഓക്കെ. അപ്പം ബോത്ത് ആക്ടർ ആൻഡ് ആസ് എ പേഴ്സൺ ഈ ഒരു മൂവി എങ്ങനെയാണ് ചേട്ടന് പേഴ്സണലി കണക്ട് ആയിട്ടുള്ളത്? പേഴ്സണലി എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ണൂര് ഭാഗത്തേക്ക് അധികം യാത്ര ഒന്നും ചെയ്തിട്ടില്ല. ഈ പടവുമായി ബന്ധപ്പെട്ട് ഒരു 40 ദിവസത്തോളം കണ്ണൂർ തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് മൊത്തത്തില് ഭാഷയും അവിടുത്തെ ഒരു കൾച്ചർ, മറ്റേ ഫുഡ്, ബേസിക്കലി കണ്ണൂരിന്റെ ഫുഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അതും മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് പ്രോജക്ട്സ് ചേട്ടൻ ഇപ്പൊ തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഇടയിൽ ഓരോ റോൾസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്ക്രിപ്റ്റ് അതെങ്ങനെയാണ് ചേട്ടനെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുള്ളത്? നമുക്ക് എന്തെങ്കിലും നമ്മുടെ ക്യാരക്ടർ വെച്ച് ആ സിനിമയില് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ് ഉണ്ടോ? 2 സീനാണെങ്കിൽ പോലും അത് സിനിമയുടെ കഥാഗതിയെ കാര്യമായ തരത്തിൽ എൻഗേജ് ചെയ്യിക്കുന്നതാണ് നോക്കാറ്. ഈ പടത്തിൽ എന്ന് പറയുമ്പോൾ വോട്ടുള്ള വേഷമാണ്. പടവും കണ്ണൂരുമാണ്, മൊത്തത്തിൽ നല്ല വേഷമാണ്. ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ച് അഭിനയിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. യെസ്, അപ്പൊ വിനീത് വിശ്വം ഒരു വടക്കൻ പ്രണയ പർവം എന്ന മൂവിയുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ വിനീതന്റെ പേരായിട്ട് ഈ ഒരു മൂവിയിൽ എത്തിയിട്ടുള്ള ആളായിരുന്നു നേഹ ഷെറിൻ.
ഷെറിൻ നിമ്മി എന്ന ക്യാരക്ടറാണ് നേഹ ഈ ഒരു മൂവിയിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വടക്കൻ പ്രണയ പർവ്വം മോർ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നേഹ ഷെറിൻ ആയിരിക്കും. ബിക്കോസ് ഈ ഒരു മൂവിയിലൂടെ നേഹ ആദ്യമായിട്ട് മലയാളം മൂവി ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയെ പറ്റി ഒരുപാട് വിശേഷങ്ങൾ നേഹയ്ക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ നേഹ, എങ്ങനെയുണ്ടായിരുന്നു ഒരു വടക്കൻ പ്രണയ പർവ്വം എന്ന മൂവി ക്രൂവിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസും, ഒപ്പം തന്നെ എന്താണ് നേഹയ്ക്ക് ഒരു വടക്കൻ പ്രണയ പർവ്വം? ഞാനിങ്ങനെ ആക്ടിങ് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് കുറെ ഓഡിഷൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ണൂർ ഒരു ഓഡിഷൻ വന്നപ്പം അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തതാണ്. ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിച്ചു, പോയി അറ്റൻഡ് ചെയ്തു. അപ്പോ അന്ന് തന്നെ അവര് പറഞ്ഞു നന്നായിട്ട് ചെയ്തെന്ന് പറഞ്ഞ അങ്ങനെ സെലക്ട് ആയി. പിന്നെ അവര് വീണ്ടും വിളിച്ച് പറഞ്ഞു മീറ്റ് ചെയ്യാൻ വരണമെന്നൊക്കെ പറഞ്ഞു വിളിച്ചു. അപ്പൊ അങ്ങനെ ഓഡിഷൻ തന്നെ പോയിട്ട് സെലക്ട് ആയതാണ്. ഓക്കെ, അപ്പം ആ ഒരു ഷൂട്ടിംഗ് സെറ്റിലേക്കൊക്കെ ചെന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. അതെ അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഞാനൊരു സെറ്റിലോ അങ്ങനെ വെറുതെ കാണാനൊന്നും ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പം ഈ സെറ്റ് തന്നെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫിലിം സെറ്റ് തന്നെ. ഇറ്റ് വാസ് സോ എൻജോയബിൾ. നല്ല ഫൺ ആയിരുന്നു എല്ലാവരും കൂടെ ആയിട്ട്. കോളേജിലായിരുന്നു ഷൂട്ടൊക്കെ. അപ്പം ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു. നല്ലൊരു ഫൺ ആയിരുന്നു മൊത്തത്തില്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴായിരുന്നു ഫസ്റ്റ് ആക്ടിംഗ് ആണ് കരിയർ എന്നുള്ളൊരു റിയലൈസേഷൻ എപ്പോഴായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ ചെറുപ്പത്തിലെ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം ഡാൻസ് പഠിക്കുമ്പോഴും എനിക്ക് ഈ ഡാൻസിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ അഭിനയ ഭാഗങ്ങളാണ് കുറച്ചുകൂടെ എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഞാൻ ഡ്രാമാസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിൽ നിന്നാണ് സിനിമയിലേക്കും കൂടെ വരണം എന്നുള്ള ആഗ്രഹം വന്നത്. സോ അഗൈൻ കമ്മിങ് ബാക്ക് ടു ദി ഡയറക്ടർ ഓഫ് ദിസ് മൂവി, ഒരു വടക്കൻ പ്രണയ പർവ്വം, ഋഷി സാറിനോടാണ് ചോദിക്കാനായിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു സാർ ഈ ഒരു മൂവിയുടെ ഓവറോൾ ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ? ഷൂട്ടിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. കാരണം നമ്മള് കണ്ണൂര് ജില്ലയിലെ കണ്ണൂർ SM കോളേജിലെ ഷൂട്ട് നടന്നിരുന്നത്. അപ്പോന്ന് വെച്ചാല് നമ്മള് രാവിലെ നമ്മള് കോളേജിലേക്ക് പോകുന്ന രാവിലെ എല്ലാവരും കുളിച്ച് റെഡി കോളേജിലേക്ക് പോകുന്നു. വൈകിട്ട് ഒരു 6:30 ആകുമ്പോഴേക്ക് പാക്കപ്പ് പോകുന്നു, തിരിച്ചു പോകുന്നു. കാരണം ഓൾമോസ്റ്റ് 90% കോളേജ് തന്നെയാണ് ഷൂട്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നൈറ്റ് ഷൂട്ടൊക്കെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കോളേജിലേക്ക് പോകുന്ന പോലെ തന്നെ രാവിലെ വരുന്നു, ഷൂട്ട് കഴിയുന്നു, തിരിച്ച് റൂമിലോട്ട് പോകുന്നു. അപ്പൊ അത്ര എൻജോയ് ചെയ്തിട്ട് വർക്കാണത് എല്ലാവരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കറിയാം നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക ഒരുപാട് ക്യാമ്പസ് മൂവീസ്, ഇതുപോലെ ലവ് സ്റ്റോറീസ് ഒക്കെ ഇതിന് മുൻപും വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുമൊക്കെ ഒരു വടക്കൻ പ്രണയ പർവ്വം എങ്ങനെയാണ് സാർ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആസ് എ ഡയറക്ടർ? എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു സബ്ജക്റ്റിന്റെ ഒരു പോക്ക് തന്നെയാണ്. കാരണം വെച്ചാല് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു നായകനും നായികയിൽ ഒതുങ്ങുന്ന പ്രണയകഥയല്ലാതെ സ്പ്ലിറ്റ് ആയിട്ട് പല പല കഥാപാത്രങ്ങളോടെ പോകുന്ന പ്രണയങ്ങളിലൂടെ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണത്. അതുകൊണ്ട് തന്നെ എന്തായാലും കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഉറപ്പായിട്ടും. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കോമഡി ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ബന്ധങ്ങളുടെ വില പറയുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഏരിയയും നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി വിജയ് സാറിനോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിയിൽ ഒരുപാട് പുതുമുഖങ്ങളും ഒപ്പം തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഈ ഒരു മൂവിയിൽ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെയുള്ള ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതായത് കോളേജ് മൂവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമയിൽ ഒത്തിരി ക്യാരക്ടേഴ്സ് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പറ്റാവുന്ന മലയാള സിനിമയിൽ നിന്ന് മെയിൻ സ്ട്രീമിലുള്ള ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒത്തിരി പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത്ഭുതം എന്നോണം ഈ പറഞ്ഞ പുതുമുഖങ്ങളൊക്കെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന രീതിയിൽ നമുക്ക് അവരുടെ കഴിവ് നേടി തന്നിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഒരു പുതുമുഖങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഒരു ആസ് എ ഡയറക്ടർ എന്നുള്ള നിലക്ക് എനിക്ക് വലിയ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. അതാണ് അവരുമായിട്ടുള്ള എന്റെ ഒരു അനുഭവം. ഓക്കെ, അപ്പൊ എന്തായാലും ന്യൂ ഇയറിന് 2025 നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് പോലെയാണല്ലോ ഒരു വടക്കൻ പ്രണയ പർവ്വം എന്ന മൂവി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോടൊക്കെ എന്താണ് പറയാനായിട്ടുള്ളത്? ഇത് 2025 നിന്ന് 2012-13 കാലഘട്ടത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ സിനിമ. ഒരു നല്ല നൊസ്റ്റാൾജിക് ഫീൽ കോളേജിൽ പഠിച്ചവർക്കും കോളേജിൽ പഠിക്കാനിരിക്കുന്നവർക്കും കോളേജിൽ പഠിച്ചു കഴിഞ്ഞവർക്കും കോളേജിൽ പഠിക്കാൻ പറ്റാത്തവർക്കും ഒരേ സമയം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. അത് ന്യൂ ഇയർ ആദ്യം തന്നെ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു എഫേർട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പുതുവത്സര സമ്മാനമായിരിക്കും ഈ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സോ കമ്മിങ് ബാക്ക് ടു ജെൻസൺ ചേട്ടൻ, എങ്ങനെയുണ്ടായിരുന്നു ഒരു വടക്കൻ പ്രണയ പർവ്വം എന്ന മൂവി ക്രൂവിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഫേവറേറ്റ് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഏതെങ്കിലും ഉണ്ടോ?
ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി എനിക്ക്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഒരുപാട് ഷെയർ ചെയ്ത അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടുള്ളൂ. അതേ ഒരു സ്പെൻഡിങ് ടൈം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പൊ കാലത്തൊട്ട് നമ്മൾ 6 മണിക്ക് 7 മണിക്ക് അവിടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് രാത്രി ഒരു 6 മണി 7 മണി വരെയൊക്കെയാണ് ഷൂട്ട് പോകുന്നത്. അപ്പൊ ആ അത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ളത് കിട്ടിയെന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജെൻസൺ ചേട്ടന്റെ കരിയർ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ പറ്റി നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ഒരു മൂവി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു ഒരു ആക്ടർ ആവാനായിട്ട് കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് എന്റെ സ്വദേശം എന്ന് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലെ അവണൂർ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമാണ്. ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് നാടകം പരിപാടികളൊക്കെയാണ് ഇവിടെ. അപ്പോ ചെറുപ്പം തൊട്ടേ നമ്മള് നാടകത്തിലൂടെയും ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട്, അതായത് 8 വയസ്സുള്ളപ്പോൾ നാടകത്തിൽ സ്റ്റേജിൽ കയറിയിട്ടുള്ള ഒരാളാണ്. ചെറുപ്പം തൊട്ടേ നമ്മളിങ്ങനെ നാടകങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അഭിനയത്തിനോട് ഇൻട്രസ്റ്റ്, സിനിമയിലേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലായിരുന്നു, അഭിനയം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നാടകങ്ങളും ചെയ്യലും പരിപാടികളും ഭയങ്കര ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കലും പരിപാടികളും അങ്ങനെ പോയി ഒരു സമയം എത്തിയപ്പോ ഏതോ ഒരു സമയത്ത് നമുക്കിങ്ങനെ സിനിമയിൽ എന്താ അഭിനയിച്ച എന്നുള്ളൊരു തോന്നല് തോന്നി. അപ്പൊ അതിന് ഞാൻ ആക്ടിങ് കോഴ്സ് പഠിച്ചു. അതുകൂടാണ്ട് ഈ പറഞ്ഞമാതിരി നാടകങ്ങളോട് സജീവമായി പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ സിനിമയിലേക്ക് ഓഡിഷൻ ട്രൈ ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരു 10 വർഷത്തോളം ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ എന്താ പറയാ നമ്മുടെ എനർജി കഴിഞ്ഞു തുടങ്ങി, പരിധിയായി. ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തി. എങ്ങനെ സിനിമയിലേക്ക് എത്തുന്ന ഒരു ഐഡിയ നമുക്ക് ആരുമില്ല, ബാക്കപ്പ് ആരുമില്ല. നമുക്ക് സിനിമ പറഞ്ഞുതരാനോ അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്താളോ ഒരു കണക്ഷനോ ഒന്നുമില്ല. ആ കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാന്ന് മാത്രമാണ്. അങ്ങനെയാണ് ക്യൂന്റെ ഓഡിഷൻ വരുന്നതും ക്യൂന്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നതും അതിലേക്ക് സെലക്ട് ആവുന്നതും. അപ്പോഴും നമ്മൾ അറിയുന്നില്ല, നമുക്കൊരു എൻട്രി ആണ്, ലൈഫിലെ ഏറ്റവും വലിയ എൻട്രി ആണ് ഈ മുന്നിൽ നമ്മളെ വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അറിയുന്നില്ല. അത് കഴിഞ്ഞ് പടം ഈ പറഞ്ഞ മാതിരി ഷൂട്ട് തുടങ്ങുന്നു. അതിന്റെ ട്രെയിലർ ഭയങ്കര റീച്ചായി. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല, നമുക്ക് ഈ മലയാള സിനിമയിലേക്ക് നമുക്കൊരു എൻട്രി ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് അറിയുന്നില്ല. അത് കഴിഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് ക്യൂ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുന്നത്. ഒരുപാട് സ്ട്രഗിളിങ്. ആ സ്ട്രഗിളിങ്ങിന്റെ ഒക്കെ റിസൾട്ട് എന്നെ സംബന്ധിച്ച് ബേസിക് എന്റെ ട്യൂൺ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അമ്മ മരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രഗിളിംഗ് ഉള്ള ഒരു സമയമായിരുന്നു അത്. അപ്പോ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ചിരിപ്പിച്ചിട്ടുള്ള ആ സീനൊക്കെ ചെയ്തിട്ടത് ഞാൻ അമ്മ മരിച്ചതിന് ശേഷമാണ് പോയി ചെയ്തിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞോടാ ഇപ്പോഴും അതെങ്ങനെ ചെയ്തു എന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞോടാ. ഒരുപാട് പേരെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുള്ള സീനുകൾ ഒരുപാട് ക്ലാസ് റൂമിൽ. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു അതൊക്കെ 2017 കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് 2018 പടം റിലീസ് ആകുന്നു. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ആ പടത്തിനൊരു ഹൈപ്പ് ഉണ്ടാവും. നമ്മളെല്ലാ ആൾക്കാരെയും, നമ്മൾ അഭിനയിച്ച എല്ലാവരും, ഡയറക്ടർ, റൈറ്റർ, എല്ലാവരുടെയും ജനം ഏറ്റെടുക്കുന്നു. ഞാൻ കോഴിക്കോട് കൈരളിസയിലാണ് പടം കണ്ടിട്ടുള്ളത്. പടം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞത് ഇനി ഒരിക്കലും എനിക്ക് അറിഞ്ഞോടാ. അങ്ങനെ ഫസ്റ്റ് അനുഭവമാണ് അത്. എപ്പോഴും ഫസ്റ്റ് തന്നെയാണ്, ഒരിക്കലും അത് ഉണ്ടാവില്ല. അത് നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടുത്തെ ഹൗസ് ഫുള്ളായിരുന്നു പടം. പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാര് നമ്മുടെ പേര് വിളിച്ചിട്ട് നമ്മളെ വന്ന് പൊക്കിയെടുത്തിട്ട്, ഞാനും ധ്രുവനൊക്കെ ആയിരുന്നു അതിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. റൈറ്ററും ഞാൻ, ധ്രുവൻ, ജുനൈസ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കോഴിക്കോടുണ്ടായിരുന്നു, കുറെ പേര് എറണാകുളത്തായിരുന്നു. അപ്പൊ 1:30 പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ പറ്റുന്നത് രാത്രി 9 മണിക്കാണ്. അതായത് ഫോൺ കോളുകളും ആൾക്കാരുടെ ഇതും എന്താ പറയാ, നമ്മൾ കണ്ണുന്നൊക്കെ വെള്ളം വരുമെന്ന് പറയും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനൊന്നല്ല കേട്ടോ സിനിമയിലെത്താൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന ഓരോരുത്തർക്കും ആ സ്വപ്നം നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ് നമുക്ക് നേരിട്ട് അനുഭവിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ഒന്നും പറയാല്ല. അതൊരു വേറൊരു മൂഡാണത്. അതങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപാട് കണ്ണിന്നൊക്കെ വെള്ളം വന്ന് ഇപ്പൊ പറയുമ്പോ പോലും അതിന്റെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവും. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ടാണ്. ഇതാണ് എന്റെ സിനിമ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ജെൻസൺ ചേട്ടന്റെ ആ ഒരു സ്റ്റോറി ഒക്കെ ആയിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സിനിമയിലേക്ക് കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നല്ല സ്ട്രഗിളിംഗ് ആണ്. അതിന്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ടും ഉണ്ട്. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ 2 സ്ത്രീ സാന്നിധ്യവും കൂടി ഉണ്ട് കേട്ടോ. ഈ മൂവിയിലെ ഹീറോയിൻസ് ആയിട്ട് എത്തിയിട്ടുള്ള അഞ്ജനയും നേഹയുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കുറച്ചു നേരമായിട്ട് ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുക. അപ്പൊ നമുക്ക് അഞ്ജനയോട് ചോദിക്കാം, ഒരു വടക്കൻ പ്രണയ പർവ്വം എന്നൊരു പേര് കേൾക്കുമ്പോഴത്തേക്കും ആദ്യം മനസ്സിലേക്ക് ഓടിയിരുന്ന ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്താണ് അഞ്ജന? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കാസ്റ്റിംഗ് കോൾ അയച്ചിട്ട് ഓഡിഷൻ ത്രൂ എനിക്ക് ഇതിൽ കിട്ടിയത്. അപ്പൊ അതില് ഫസ്റ്റ് തന്നെ ഞാൻ ശരിക്കും ഓഡീഷന് പോയത് ഹീറോയിൻ എന്നുള്ള ആ ഒരു ഇതിലല്ല പോയത്.
അപ്പം പ്രണയപർവം എന്ന് പറയുമ്പോ അവിടെ ഒരു പ്രണയ കിണറുണ്ട് ഞങ്ങൾക്ക്. ഓ ഓക്കെ. അതെ. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ സിനിമയില്. അപ്പൊ അതില് രണ്ടുപേര് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന അതായിരുന്നു കാസ്റ്റിംഗ് കോളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതും ആ ഒരു ഇതാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇരിക്കുന്നത് ഞാനാണെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളി ആയിരിക്കല്ലോ എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ തോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പ്രണയപർവം എന്ന് കേൾക്കുമ്പോ അതാണ് എനിക്ക് ഫസ്റ്റ് ആ കിണറിൽ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ഒരു ഷോട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതിലുണ്ട്. ഒരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം അങ്ങോട്ട് സംഭവിച്ചിരിക്കുകയാണ് ഷൂട്ട് ചെയ്ത സമയത്ത് അല്ലേ? വേണമെങ്കിലും പറയാം. ഓക്കെ. അപ്പൊ ഇതേ കാര്യം നേഹയോട് ചോദിക്കുകയാണെങ്കിൽ നേഹയ്ക്ക് എന്താണ് ഒരു വടക്കൻ പ്രണയപർവം എന്ന മൂവി സെറ്റിനെ പറ്റിയുള്ള ഒരു മോസ്റ്റ് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മെമ്മറി? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഷൂട്ട് ടൈമില് ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഓരോ ഗെയിം ഒക്കെ കളിക്കും. ഇങ്ങനെ നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞ് കളിക്കില്ലേ മ്യൂട്ടായിട്ട്. അപ്പൊ അങ്ങനത്തെ ഗെയിംസ്, അല്ലാണ്ട് കുറെ പേപ്പർ വെച്ചിട്ട് കളിക്കുന്ന ഗെയിംസ്, അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ കളിക്കും. അപ്പൊ അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളും കോ ആക്ടേഴ്സ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെയും ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് എന്റെ കോ ആക്ടർ വിനീതേട്ടനാണ്. അപ്പൊ ആളായിട്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിലെ ഹീറോ സൂരജേട്ടൻ, പിന്നെ ഹീറോയിൻ അഞ്ജന, പിന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും, ദേവിക, കാർത്തികേട്ടൻ, എല്ലാരും അടിപൊളിയായിരുന്നു. നല്ല എൻജോയ് ചെയ്തു. ഓക്കെ. അപ്പോ ഒരു വടക്കൻ പ്രണയപർവം എന്ന മൂവിനെ ഒരു വാക്കിലൊന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ നേഹ എങ്ങനെ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യും? അങ്ങനെ ചോദിച്ചാ എന്താ, ഒരു മാസത്തിലധികം 40 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പൊ ആ ഒരു സമയത്തോളം എല്ലാരും, ഇവൻ ചെറിയ കുട്ടികൾ അവിടെ വന്നിരുന്ന സ്റ്റുഡൻസ് ആയിട്ട് വന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് അവരെല്ലാരും ഒരുപാട് അവിടെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു കോളേജ് ലൈഫ് പോലെ അവർ എൻജോയ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ എല്ലാവർക്കും പോകുമ്പോഴൊക്കെ ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഫീല് തോന്നി കാണും. ലൈക്ക് ഒരു ഫാമിലി ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഒരു വടക്കൻ പ്രണയപർവം മൂവി സെറ്റിനെ ഒരു ഫാമിലി എന്നൊരു ഒറ്റ വാക്കിൽ തന്നെ ഡിഫൈൻ ചെയ്യാനായിട്ടാണല്ലേ ആഗ്രഹിക്കുന്നത്? അതെ അതെ. ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ സൂര്യചേട്ടൻ, അപ്പം ഒരു വടക്കൻ പ്രണയപർവം എന്ന മൂവിയുടെ ആ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ട സമയത്ത്? അതിന്റെ ഡയറക്ടർ പിന്നെ വിജയ് ചെമ്പിലോട്, പിന്നെ അതുപോലെ തന്നെ ഋഷി സുരേഷ്, രണ്ടുപേരും എന്റെ ഫോണിലേക്ക് വിളിച്ച് ഫസ്റ്റ് 1 ലൈൻ തരുമ്പോൾ തന്നെ ഞാൻ 1 ലൈൻ, ഞാൻ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു 1 ലൈൻ ആദ്യമായിട്ടാണ് സത്യത്തിൽ പറയുന്നത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് 1 ലൈൻ പറഞ്ഞു. ആ 1 ലൈനും അതിന്റെ പേരും ഒരു വടക്കൻ പ്രണയപർവം എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ 1 ലൈനിൽ നമുക്ക് അതിന്റെ എനിക്ക് എത്രത്തോളം വർക്ക് ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ആ കോളേജ് ക്യാമ്പസ്, ഇപ്പം പഴയ ക്ലാസ്മേറ്റ് സിനിമകളൊക്കെ നമ്മൾ കണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് ക്ലാസ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു വേറെ വേർഷൻ ആയിട്ട് വരും. ബാക്കിയുള്ള ലവ് സ്റ്റോറീസ് ക്യാമ്പസ് മൂവീസിൽ നിന്നൊക്കെ ഈ ഒരു വടക്കൻ പ്രണയപർവം എങ്ങനെയാ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്? ഇത് പൂർണ്ണമായിട്ട് പ്രണയം മാത്രമുള്ള ഒരു സിനിമയൊന്നല്ല. പ്രണയം ഇല്ല എന്ന് പറയാൻ പറ്റും, പക്ഷെ പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. പ്രണയപർവം എന്ന് പറഞ്ഞാലും പ്രണയം മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയല്ല. അത് എന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ ഒരു കോളേജിൽ സാധാരണ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പ്രണയം ഉണ്ടാവും, വിരഹം ഉണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും, പിന്നെ ഫൈറ്റ് ഉണ്ടാവും, കോമഡികൾ ഉണ്ടാവും, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ മിക്സഡ് ആണ് ശരിക്കും പറയാൻ. അല്ലാണ്ട് ഒരു പ്രണയത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയല്ല. ഫസ്റ്റ് ടു ലാസ്റ്റ് പ്രണയം മാത്രമല്ല അതിൽ വരുന്നത്. എല്ലാത്തിൽ നിന്നും ഉള്ള ഒരു ഫൈനൽ പീസാണ്. പേരിൽ മാത്രമേ പ്രണയം ഉണ്ടെങ്കിലും സിനിമ മുഴുവൻ പ്രണയത്തിന്റെ ഒരു കളിയല്ല. പക്ഷെ പ്രണയം കൊണ്ട് എല്ലാം ഒരു കോമഡി ഉണ്ട്, എല്ലാം ഉള്ള ഒരു സാധനം. ഇന്നത്തെ ജനറേഷൻ ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട്. തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുമ്പോൾ അവർക്ക് ഒരു ഫീൽ കിട്ടുമല്ലോ, എല്ലാം കൊണ്ട് ചിരിച്ച്. ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാ ഇമോഷൻസും കിട്ടണമെന്നല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ വിനീതേട്ടാ, ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് എന്താണ് പറയാനായിട്ടുള്ളത്? ഔട്ട്ലാൻഡ് ഔട്ടൊരു റൊമാൻറ്റിക് ഫിലിമാണ്. എല്ലാവരും നിങ്ങളുടെ സമയം കിട്ടുന്നതനുസരിച്ച് തിയേറ്ററിൽ വന്ന് പടം കാണണം. ഞങ്ങളെ പോലത്തെ പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വീണ്ടും നമ്മൾ കാർത്തിക് ചേട്ടനിലേക്ക് വരികയാണ്. കുറെ നേരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമത്തിലാണെന്നു നമ്മുടെ കാർത്തിക് ചേട്ടൻ. അപ്പൊ കാർത്തിക് ചേട്ടാ, ബാക്കിയുള്ള റൊമാൻറ്റിക് ക്യാമ്പസ് ലവ് സ്റ്റോറികളിൽ നിന്നൊക്കെ ഈ ഒരു വടക്കൻ പ്രണയപർവം എന്ന മൂവി എങ്ങനെയാണ് വ്യത്യസ്തമാക്കപ്പെട്ടിരിക്കുന്നത് ചേട്ടന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ? കുറെ നാളായിട്ട് ഇപ്പം നമ്മുടെ ഒരു കോളേജ് ലൈഫ് അല്ലെങ്കിൽ കോളേജ് റൊമാൻസ് ഒക്കെ പറയുന്ന ആ മൂവി ഇപ്പൊ കുറെ നാളായിട്ട് മിസ്സിംഗ് ആണ് നമ്മുടെ മലയാളത്തിൽ. സോ അത് ആ ഒരു
ജോണറിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുറെ നാളായി ഇപ്പം ക്ലാസ്മേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കോളേജ് റൊമാൻസ് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. ഇപ്പൊ ഈവൻ കോളേജ് പശ്ചാത്തലമൊക്കെ വന്നാൽ പോലും അതിനെന്തെങ്കിലും ഒരു ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മറ്റെന്തെങ്കിലും ഒരു ഇതുണ്ടാവും. പക്ഷെ പ്യൂറായിട്ടുള്ള കോളേജ് റൊമാൻസ്, ഒരു കലാലയ ജീവിതം കാണിക്കുക, അങ്ങനെയുള്ള ഇത് ആ ഒരു ജോണർ ഇപ്പൊ വളരെ മിസ് ചെയ്യുന്നെന്ന് തോന്നുന്നു. അപ്പൊ അത് തന്നെയായിരിക്കും ഈ പ്രണയപർവ്വത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ചേട്ടന്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ ഷൂട്ടിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബിസി ഷെഡ്യൂളൊക്കെ ആവാറുണ്ടല്ലേ. അപ്പോൾ യൂട്യൂബിലേക്കുള്ള ഒരു ഫ്രഷ് കണ്ടന്റ് കൊടുക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു എഫേർട്ടും അതിന്റെ ബാക്കിലുള്ള ആ ഒരു സ്റ്റോറിയും ഈ ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ ആക്ച്വലി ഞാൻ വല്ലാതെ ഈ സിനിമാ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വല്ലാതെ ഗ്യാപ്പ് കൊടുക്കുമായിരുന്നു യൂട്യൂബിൽ. ഞാൻ അങ്ങനെ കണ്ടന്റ്സ് അപ്പൊ ഇടണ്ട, അപ്പൊ വന്നിട്ട് നമ്മൾ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാ ചെയ്യാറ്. അപ്പൊ ഈ ഗ്യാപ്പ് നമ്മളെ വല്ലാതെ, നമ്മുടെ പ്രേക്ഷകരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നതായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ആ ബാലൻസ് ചെയ്താണ് പോകുന്നത്. കാരണം ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ എനിക്ക് എന്തെങ്കിലും വേറെ വർക്കുകളൊക്കെ വന്നാൽ തന്നെയും യൂട്യൂബിന്റെ കാര്യങ്ങൾ ലാഗ് ആവാതെ അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളും എല്ലാം ഈവൻ മൂവി ലൊക്കേഷൻസിൽ വെച്ച് തന്നെ ഞാൻ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പൊ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ ഒരു ഔട്ട്പുട്ടാണ് ഇപ്പൊ ഞാനൊരു സീരീസ് പോകുന്നുണ്ട് 90s vs 2K എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഇപ്പൊ എനിക്ക് വേറെ ഷൂട്ടുകൾക്കിടയിലും ഉണ്ട്, അത് പോകുന്നുണ്ട്. അപ്പൊ അത് ഗ്യാപ്പ് ഇല്ലാതെ പോകാനായിട്ട് രണ്ടുകൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിപ്പോ വളരെ ശ്രദ്ധിക്കാറുണ്ട്. യൂട്യൂബ് ആയാലും ഇതിലേക്ക് സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയാലും. ഓക്കെ അപ്പൊ എന്തായാലും ഇതാ ഒരു പുതിയ ന്യൂ ഇയർ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഫാൻസിനോടും വ്യൂവേഴ്സിനോടും ഒക്കെ എന്താണ് പറയാനായിട്ടുള്ളത്? എന്താ, നമ്മള് സാധാരണ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഫസ്റ്റ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രണയപർവ്വം മൂവി റിലീസ് ആവുന്നു, അതെല്ലാരും പോയി കാണണം. അത് ഫസ്റ്റ് ഇത്. പിന്നെ നമ്മുടെ സീരീസ് ഒക്കെ യൂട്യൂബിലുണ്ട്, അതും കാണണം. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു വർഷം ഒരു നല്ല തുടക്കമാവട്ടെ. സാധാരണ ആളുകൾ ഈ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്നത് ഒരു മാസം കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റാതെ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം എല്ലാവർക്കും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. നല്ലൊരു വർഷമാവട്ടെ. കാരണം എല്ലാവരും ഓരോ വർഷം തുടങ്ങുമ്പോൾ ഭയങ്കര പ്രതീക്ഷകളായിരിക്കും. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെക്സ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പോയൊരു ക്ലീൻ ആവും എന്ന് ആ ഒരു വർഷത്തെയാണ് നമ്മൾ പറയുക. ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് 2023 അത്ര നന്നായില്ല, 2024 നന്നായില്ല എന്നാണ്. പക്ഷെ വർഷങ്ങളല്ല, നമ്മളുടെ ചിന്തയും നമ്മുടെ ഹാർഡ് വർക്കുമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ എന്നാലും ഓരോ പുതിയ വർഷം ഓരോ പുതിയ ചിന്തകളാവുമ്പോൾ ഈ വർഷം എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഋഷി സാറിനോട് വീണ്ടും ചോദിക്കുകയാണ്, 2025 ഒരു വടക്കൻ പ്രണയ പർവ്വം മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് ഉറപ്പായിട്ടും നല്ല ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു സിനിമയാണ്. പിന്നെ നമ്മള് കഥ ഈ 2013 ഒരു ക്യാമ്പസ് കാലഘട്ടമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ എല്ലാവരും പറയുന്ന ഈ 90 കിഡ്സ് 80s എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ അവർക്കും അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഒരു വടക്കൻ പ്രണയപർവ്വം, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. ഒപ്പം നമ്മുടെ 2025 ആണ്, ന്യൂ ഇയർ ആണ്. അപ്പൊ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു വിഷു കൂടി പറയാമോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ പേരിലും ഒരു വടക്കൻ പ്രണയപർവ്വം ടീമിന്റെ പേരിലും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു ന്യൂ ഇയർ ഈവനിങ്ങിൽ ഒരു വടക്കൻ പ്രണയ പർവ്വം എന്ന മൂവി ടീമിന്റെ കൂടെ, അവരുടെ ആ ഒരു മൂവിയുടെ ക്രൂവിന്റെ കൂടെയായിരുന്നു നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളും ന്യൂ ഇയർ വിശേഷങ്ങളും ഒക്കെ നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റിലൂടെ കേൾക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും 2025 റിലീസിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വടക്കൻ പ്രണയ പർവ്വം എന്ന മൂവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ വിഷസും നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ലിസണേഴ്സിനും ഒരിക്കൽ കൂടി ഒരു കിടിലൻ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർജെ ഏലിക്കുട്ടി signing off.